അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ സമാഗതമായി റമളാനിന്റെ മാസപ്പിറവി ദൃശ്യമായാൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂർണ്ണമായും ഓരോരുത്തരും മുഴുവനായും കാണുമ്പോൾ ഈ ആദ്യ രാത്രിയിൽ, റമളാനിന്റെ ആദ്യ രാത്രിയിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നഷ്ടപ്പെടാതെ പൂർണ്ണമായി റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്. മൻ ഫരിഹ ബിദുഖൂലി റമളാന ഹറമല്ലാഹു ജസദഹു അലൻ നിറാൻ. ആരെങ്കിലും റമളാൻ സമാഗതമായതിന്റെ പേരിൽ സന്തോഷിച്ചാൽ അല്ലാഹു നരകം അവനെ തൊട്ട് ഹറാമാക്കിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. അപ്പൊ പരിശുദ്ധമായ റമളാൻ ഷരീഫ് ആരംഭിച്ചു, റമളാൻ പ്രവേശിച്ചു, അതിന്റെ മാസപ്പിറവി ദൃശ്യമായി എന്നറിഞ്ഞാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു കാര്യം മാത്രം ഉണ്ടായിരിക്കുക, സന്തോഷം. ആ ഒരു ഫറഹ്, ആ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഒരു സന്തോഷം ആത്മാർത്ഥതയുള്ള സന്തോഷമാണെങ്കിൽ അത് മാത്രം മതി നരകം നമ്മുടെ ഈ തൊലിയെ സ്പർശിക്കാതിരിക്കാൻ, നരകം നമ്മെ തൊട്ട് ഹറാമാകാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവരും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കുക. പരിശുദ്ധമായ റമളാൻ ഷരീഫ് ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, എനിക്കിനി പുണ്യങ്ങളുടെ പൂക്കാലമായി റമളാനിൽ ധാരാളം നന്മകൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. ഇങ്ങനെ ഹംദുകൾ ധാരാളം ചൊല്ലിയിട്ട് നല്ല രൂപത്തിൽ സന്തോഷിക്കുക. ഓക്കെ, ഇതെല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ സന്തോഷത്തിന് കൊണ്ടുവരിക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സ്വർഗം അവന്റെ മേൽ നിർബന്ധമാകും, നരകം അവന്റെ ശരീരത്തിനെ തൊട്ട് ഹറാമാക്കുന്നതാണ്. ഹറമല്ലാഹു ജസദഹു അലൻ നിറാൻ. നരകത്തിനെ തൊട്ട് അവന്റെ ശരീരം അല്ലാഹു ഹറാമാക്കുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, റമളാൻ സമാഗതമാകുന്നതോടുകൂടെയുള്ള സന്തോഷം നിങ്ങളുടെയും എന്റെയും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ആത്മാർത്ഥമായും ഉണ്ടായിരിക്കുക. ഓക്കെ, ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത്, റമളാനിന്റെ ആദ്യ രാത്രി എന്ന് പറയുന്നത്, ആദ്യ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അതിന്റെ തൊട്ടു മുമ്പ് ഇൻഷാ അല്ലാഹ് മാസപ്പിറവി ദൃശ്യമായാൽ നാം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ എഴുതാനുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കൂടെ ചൊല്ലുകയാണ് വേണ്ടത്. മാസപ്പിറവി ദൃശ്യമായാൽ, ഇനി മാസപ്പിറവി ദൃശ്യമാകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എടുത്തൊന്ന് കണ്ടാൽ മതി. അതിന്റെ അറിവ് നമുക്ക് ലഭിച്ചാൽ, മനസ്സിലായല്ലോ. ദൃശ്യമാകാൻ നിങ്ങൾ ആരും കാണുന്നില്ല, ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞു എന്നുള്ള അറിവ് കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ, എന്തു തന്നെയാവട്ടെ, നിങ്ങൾക്ക് ആ വിവരം ലഭിക്കുകയൊക്കെ ചെയ്താൽ, ആദ്യമായി നിങ്ങൾക്ക് നമുക്കൊക്കെ ചൊല്ലൽ സുന്നത്തുള്ളത് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദാ അശ്ശഹർ വഅഊദു ബിക മിൻ ശർരിൽ ഖദർ വശർരിൽ മഹ്ശർ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ഇതുപോലെ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أسألك خير هذا الشهر وأعوذ بك من شر القدر وشر المحشر. إن شاء الله എല്ലാവരും ചൊല്ലിയല്ലോ. അതിനുശേഷം ഇങ്ങനെയും നമുക്ക് ചൊല്ലാവുന്നതാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഹരിനാ ഹാദാ ദാഖിൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഹരിനാ ഹാദാ ദാഖിൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഹരിനാ ഹാദാ ദാഖിൽ എന്നും ചൊല്ലാവുന്നതാണ്. മഹാനരായ മഹാന്മാരൊക്കെ പ്രത്യേകം കൂടുതലാക്കി കൊണ്ടുവന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ പെട്ട ഒന്നാണ് അല്ലാഹുമ്മ സല്ലിം റമളാന ലനാ വസല്ലിംനാ ലഹു എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു
നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ ചൊല്ലണം. അതേപോലെ തന്നെ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നത് നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇദാ ദഖല ശഹ്റു റമളാൻ, റമളാൻ മാസം സമാഗതമായാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ സല്ലിംനി മിൻ റമളാൻ വസല്ലിം റമളാന ലി വസല്ലിംഹു മിന്നി എന്ന് നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ചൊല്ലാം, അല്ലാഹുമ്മ സല്ലിംനി മിൻ റമളാൻ വസല്ലിം റമളാന ലി വസല്ലിംഹു മിന്നി. ഇതെനിക്ക് എഴുതാൻ സമയം ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഈ പറയുന്നതിനോട് കൂടെ ഇതിന്റെ ഒപ്പം നിങ്ങൾ ചൊല്ലിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വളരെ ആത്മാർത്ഥമായി റമളാനിന്റെ ആദ്യത്തെ രാവിലെ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇദാ റആ ഹിലാൽ റമളാൻ, റമളാനിന്റെ മാസപ്പിറവി ദൃശ്യമായാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിസ്സലാമത്തി മിനൽ അസ്ഖാം വൽ ഫറാഗി മിനൽ അശ്ഗാൽ എന്ന് അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതൊക്കെ ചൊല്ലുമല്ലോ. ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചൊല്ലാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല. വയഖൂലുഹു കുല്ലഹു വഹുവ മുസ്തഖ്ബിലുൽ ഖിബ്ല, ഇത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനത്തെ ചൊല്ലാൻ കഴിയുന്നവർ ആ രൂപത്തിൽ തന്നെ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായിട്ട് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന് റമളാനിങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുക, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മാസപ്പിറവി ദൃശ്യമായി എന്നറിഞ്ഞാൽ നിങ്ങൾ ചൊല്ലേണ്ടത്. മൂന്നാമത്തത് പ്രത്യേകം മനസ്സിലാക്കുക, ഇതിനുശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മഹാനരായ സുബുക്കി ഇമാമൊക്കെ പറയുന്നു, അതിൽ 30 ആയത്തുകളാണുള്ളത്. അതൊരു മാസത്തിലെ ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു മാസത്തിൽ 30 ദിവസങ്ങളാണല്ലോ, അതുകൊണ്ട് 30 ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ഓതലോടുകൂടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓതലോടുകൂടെ നമുക്ക് ബറക്കത്ത്, സമാധാനം, സന്തോഷം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുന്നതാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉഹാ ഇൻദ നൗം, മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത് ഓതാറുണ്ടായിരുന്നു ഉറങ്ങുന്ന സമയത്തൊക്കെ. അതേപോലെ തന്നെ ഇത് ഓതുന്ന സമയത്ത് വയുസ്തഹബ്ബു അൻ യഖൂല ഇൻദ ഖൗലിഹി തആല ഖലീലൻ മാ തഷ്കുറൂൻ, ഖലീലൻ മാ തഷ്കുറൂൻ എന്ന് പറയുന്ന ഭാഗത്തെത്തുമ്പോൾ അൽഹംദുലില്ലാഹി അലസ്സലാമ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ഓതുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ആ രൂപത്തിൽ പറയാം, അൽഹംദുലില്ലാഹി അലസ്സലാമ എന്ന് പറയാം. അതേപോലെ തന്നെ ഇത് ഓതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലാഹുമ്മ യാ അല്ലാഹ് യാ സുബ്ഹാൻ യാ ദയ്യാൻ ബിഹാദിഹി അസ്മാഇക്കൽ ഇളാം അൻ തഗ്ഫിറ ലി ദംബി വതഖ്ലിയ ലി ഹാജതി ബിഹുർമതി സൂറത്തിൽ മുൽക്കിൽ കരീം എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ ഇത് ഓതുന്നതിന്റെ ഇടയിൽ ഖലീലമ്മാ തഷ്കുറൂൻ എന്നെത്തുന്ന അത് ഓതുന്ന സമയത്ത് ഖുർആനിൽ നോക്കി ഓതുമ്പോൾ ആ സ്ഥലം എത്തുന്നത് വരെ കാത്തിരിക്കുക. അവിടെ എത്തിയിട്ട് അൽഹംദുലില്ലാഹി അലസ്സലാമ എന്ന് പറയാം. അതിനുശേഷം ഓതി തീർന്നതിന് ശേഷം അല്ലാഹുമ്മ യാ അല്ലാഹ് യാ സുബ്ഹാൻ യാ ദയ്യാൻ ബിഹാദിഹി അസ്മാഇക്കൽ ഇളാം അൻ തഗ്ഫിറ ലി ദംബി വതഖ്ലിയ ലി ഹാജതി ബിഹുർമതി സൂറത്തിൽ മുൽക്കിൽ കരീം എന്ന് പ്രത്യേകം ഓതലെ ചൊല്ലലെ സുന്നത്തുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങള്. റമളാനിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ പ്രധാനമായി ചെയ്യേണ്ടത് മഹാനരായ ഗൗസുൽ ആലം ഖുത്ബുൽ ഖുതാബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ പറയുന്നു, അതേ റമളാനിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അവൻ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ സൂറത്തുൽ ഫത്ഹ് നല്ല നിയ്യത്തോടുകൂടെ റമളാനിന്റെ ആദ്യ രാത്രിയിൽ പാരായണം ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ തന്നെ അപ്പൊ എല്ലാവരും അത് ചെയ്യണം. അതോടുകൂടെ തന്നെ പ്രത്യേകമായിട്ട് ഈ
ഈ ഒരു റമളാൻ വരലോടുകൂടെയുള്ള സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക, അവർക്ക് ആശംസ നേരുക, അവരെ മുസാഫഹത്ത് ചെയ്യുക, അവർക്ക് സലാം പറയുക. അതൊക്കെ നമ്മോട് യോജിച്ച സലാം പറയൽ അനുവദനീയമായ രൂപത്തിൽ സലാം പറയുക. ഇങ്ങനെ റമളാനിന്റെ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ പറയാറുണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹി മാദസ്തഖ്ബലക്കും വമാദാ തസ്തഖ്ബിലൂൻ എന്ന് 3 തവണ മുത്തുനബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന്റെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദ്യത്തെ രാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ ആദ്യ രാത്രിയിൽ ഒരു നോട്ടം നോക്കും. ആ നോട്ടം കിട്ടിയ ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ്. മാഷാ അല്ലാഹ്, ഞാൻ അതിന്റെ ഹദീസ് വായിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. റമളാന് വരലോടുകൂടെ സന്തോഷിക്കുന്നവർക്ക് നരകം ഹറാമാകുമെന്ന് മാത്രമല്ല, ആ റമളാന് വന്നു എന്നുള്ളതില് റമളാനിന്റെ ആദ്യ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് ഒരു നോട്ടം നോക്കുമെന്നാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുർ റഹ്മ, റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. കാരുണ്യത്തിന്റെ കവാടങ്ങൾ റമളാൻ സമാഗതമാവലോടുകൂടെ തുറക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ റമളാൻ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കും. അവന്റെ അടിമകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് അടിമകളിലേക്ക് ആ നോട്ടം എത്തിക്കഴിഞ്ഞാൽ, അടിമകളിലേക്ക് ആ നോട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവനെ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ അവന്റെ യഥാർത്ഥ നോട്ടം കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ റമളാനിന്റെ ആദ്യത്തെ രാവ് നമുക്ക് ലഭിക്കുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ആ വിഷയങ്ങളാണ് പറഞ്ഞത്. നോമ്പെടുക്കുമ്പോ ആ വായയുടെ ഗന്ധം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ ഇഷ്ടമുള്ളതാണ്. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ റമളാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിന്റെ ഒരൊറ്റ ദിവസത്തെ തറാവീഹും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഇന്ന് റമളാൻ ഒന്നാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ തറാവീഹ് നിസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നറിയണോ? ഒരു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപങ്ങൾ അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഇന്നത്തെ ദിവസം തറാവീഹ് നിസ്കരിച്ചവർക്കുള്ള ശ്രേഷ്ഠതയാണത്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ രണ്ടാമത്തെ ദിവസത്തെ തറാവീഹ് എടുക്കുന്ന ആളുകൾക്ക് മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ ദിവസം തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത, അങ്ങനെ 30 ദിവസവും തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതകൾ മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമലുകൾ ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ വീഡിയോക്ക് താഴെയൊക്കെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. ആ സമയത്തൊക്കെ എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തുക. വിശുദ്ധ റമളാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടുകൂടെ അല്ലാഹുവിനോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ.
ഈ ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം. ഇത് വിശുദ്ധ റമളാനിൽ ധാരാളം പതിവാക്കേണ്ട ദിക്റാണ്. ഒന്നാമത്തെ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ളത് ചൊല്ലണം. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലണം. മൂന്നാമത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാരി വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ളത് ചൊല്ലണം. നോമ്പിന്റെ നിയ്യത്ത് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാനിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് പ്രത്യേകം നിയ്യത്തുകൾ കരുതണം. നോമ്പിന്റെ ഓരോ ദിവസവും നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാൻ മറന്നുപോകാൻ പാടില്ല. നമ്മുടെ മദ്ഹബ് പ്രകാരം നിയ്യത്ത് വെക്കുന്നത് അത് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം, പകല് വെച്ചാൽ പോരാ. പക്ഷേ ഇമാമുകളൊക്കെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ രാത്രിയിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ദിവസം മറന്നുപോയ ആ ദിവസത്തെ ആ നിയ്യത്തിനെ പരിഹരിക്കാൻ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ എല്ലാ ദിവസത്തെയും നോമ്പെടുക്കാൻ ഞാൻ കരുതുന്നു എന്ന നിയ്യത്ത് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസത്തിനും കൂടി റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നിയ്യത്ത് വെക്കുക എന്നല്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എല്ലാ ദിവസവും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അത് രാത്രിയിൽ തന്നെ സംഭവിക്കണം. അതാണ് നമ്മുടെ മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. പക്ഷേ മനുഷ്യനാണ് ഏതെങ്കിലും ഒരു ദിവസം 15ാമത്തെ നോമ്പിനോ 16ാമത്തെ നോമ്പിനോ എപ്പോഴെങ്കിലും നമ്മൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും റമളാൻ 1-ന്റെ അന്ന് 1ാമത്തെ രാത്രിയിൽ എല്ലാ ദിവസത്തെയും നോമ്പെടുക്കാൻ ഞാൻ കരുതുന്നു എന്ന് പൂർണ്ണമായ നിയ്യത്ത് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ 1ാമത്തെ രാത്രിയിൽ വെച്ച ആ നിയ്യത്ത് ആ 15 മറന്നുപോയ ആ ദിവസത്തെ നിയ്യത്തിന് പരിഹാരമാകുന്നതാണ്. അതുകൊണ്ട് 1ാമത്തെ രാത്രിയിൽ അങ്ങനെ നിയ്യത്ത് വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ വിട്ടുപോകാതെ എല്ലാ ദിവസത്തെയും നോമ്പെടുക്കുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് കരുതണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ കരുതുമല്ലോ. അപ്പൊ പ്രത്യേകം ഈ വിഷയം മനസ്സിലാക്കുന്നിടത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരരുത്. അതെങ്ങനെ വരരുത്? നിങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഇതിന് കൃത്യം അതിന്റെ ഇബാറത്തുകളും അതിന്റെ റഫറൻസുകളും അതിന്റെ പ്രൂഫൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഇത് എന്റെ ഓഡിയൻസ് സാധാരണക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു ലളിതമായ രൂപത്തില്. അപ്പൊ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കരുത്? എല്ലാ ദിവസത്തേക്കും ആദ്യത്തെ രാത്രിയിൽ നിയ്യത്ത് വെക്കുക എന്നല്ല. പിന്നെ എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നോമ്പ് ശരിയാകില്ല. എല്ലാ ദിവസവും രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. നമ്മൾ പറഞ്ഞത് 1ാമത്തെ രാത്രിയിൽ ആരെങ്കിലും എല്ലാ ദിവസത്തെയും നോമ്പെടുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചു എന്ന് സങ്കല്പിക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മനുഷ്യ സഹജമായി മറന്നുപോയ ആ നിയ്യത്തിന് പരിഹാരമായിട്ട് ഇത് നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ 1ാമത്തെ രാത്രിയിൽ നിയ്യത്ത്, അങ്ങനെ എല്ലാ ദിവസത്തെയും നോമ്പിന്റെ നിയ്യത്ത് വെക്കൽ പ്രത്യേകം അങ്ങനെ വെക്കണം, അത് അത്യാവശ്യമാണ് എന്നൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാനിലെ അല്ലെങ്കിൽ റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന് കരുതുക ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ അത്താഴത്തിന് ശേഷം 7 പ്രാവശ്യം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന് പ്രത്യേകം ചൊല്ലല് സുന്നത്തുണ്ട് എന്ന് പ്രത്യേകം ചൊല്ലണം. അതേപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നുള്ളതാണ്. വെള്ളം കൊണ്ടാണ് നോമ്പ് തുറന്നത് എന്നുണ്ടെങ്കിൽ ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിഅത്
കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലി എന്ന പ്രത്യേകം ചൊല്ലല് അവിടെ സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊന്നും എഴുതാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ പകലിലും റമളാൻ മുഴുക്കെ പകലിലും രാത്രിയിലൊക്കെ ചെല്ലേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വമശായിഖിനാ വഅസാതീദിനാ മിനദ് ദുയൂനി വൽ മളാലിമി വന്നാർ എന്ന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യണം. അതേപോലെ തന്നെ റമളാനിലെ നോമ്പ് തുറക്കാൻ മഗ്രിബ് ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതേപോലെ ചൊല്ലൽ സുന്നത്തുള്ള ഒന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിഅൽ മഗ്ഫിറ അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിഅൽ മഗ്ഫിറ അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിഅൽ മഗ്ഫിറ എന്നും കൂടെ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് 2 മാസം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നിങ്ങനെ ദുആ ചെയ്ത് ഒരുപാട് ആളുകൾ റമളാൻ തൊട്ട് മുമ്പിലെത്തിയിട്ട് വിട പറഞ്ഞ എത്രയോ ആളുകൾ ഉണ്ടായപ്പോൾ റബ്ബ് നമുക്ക് ആയുസ്സിനെ നീട്ടിത്തന്നതിന് അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയുക, റമളാനിൽ സന്തോഷിക്കുക. ആ കാരണം കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ദിവസത്തെ തറാവീഹ് പോലും ഒഴിവാക്കരുത്. ഒരൊറ്റ ദിവസത്തെ തറാവീഹും ഒഴിവാക്കരുത്. നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് അതിൽ ആർക്കെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായാലേ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സമയം നഷ്ടപ്പെടുത്തിയത് വലിയ ബറക്കത്തിലാകും. അള്ളാഹു നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നിയ്യത്തോടു കൂടെയാണ് നോമ്പെടുക്കേണ്ടത്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നോമ്പെടുക്കുമ്പോൾ അത് ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയുമാണ് നോമ്പെടുക്കേണ്ടത്. എന്താ ഈമാനും വഹ്തിസാബൻ എന്ന് പറഞ്ഞാല്? വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് റമളാനിൽ നോമ്പെടുക്കണം. അപ്പോഴാണ്. വേറെ ഏതെങ്കിലും നിയ്യത്ത് കരുതിയാൽ പോരാ. ഞാനിപ്പോ അത്യാവശ്യം തടിയുള്ള ആളാണ്, ഈ റമളാനിൽ അങ്ങ് നോമ്പെടുക്കലോടുകൂടെ അതൊരു ഡയറ്റ് പോലെ, അതൊരു പഥ്യം പോലെ, അത് എൻ്റെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഡയബറ്റിക്സ്, എൻ്റെ പ്രമേഹം, എൻ്റെ ഷുഗറിന് അതിനൊക്കെ ഒരു പരിഹാരമാകും എന്നൊക്കെ കരുതിയിട്ട് ആ ഒരു നിയ്യത്തൊന്നും മനസ്സിലേക്ക് കടന്നു വരരുത്. നോമ്പിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിക്കോളും. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, നമ്മുടെ നോമ്പിന്റെ പരമമായ ലക്ഷ്യം, നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നോമ്പുകാരനെ കുറിച്ച് പറഞ്ഞ ഭാഗത്തൊക്കെ അങ്ങനെയല്ല പറഞ്ഞത്. അള്ളാഹുവിന് വഴിപ്പെടുക. നോമ്പുകാരന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്, ബാക്കിയുള്ളതിന് അള്ളയാണല്ലോ, ബാക്കിയുള്ളതിനൊക്കെ അള്ളയല്ലേ കൊടുക്കുന്നത്. നമ്മൾ സ്വതക്ക ചെയ്താൽ എല്ലാത്തിനും അള്ളാഹുവാണ് പ്രതിഫലം കൊടുക്കുന്നത്. പക്ഷെ ഇതിന് അള്ളാഹിന്റെ ഒരു സംസാരം. നമ്മളൊക്കെ ചില സംഗതികൾ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പല സംഭവങ്ങളും ഇങ്ങനെ കൊടുക്കും അല്ലെ. നമ്മളൊരു സാധനം വിതരണം ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അത് ഞാൻ കൊടുത്തോണ്ടോനെ, അത് ഞാനാണ് ഓനക്ക് കൊടുക്കുക എന്ന് പറയും. അത് ആ കൊടുക്കപ്പെടുന്ന വസ്തുവിനും ആ കൊടുക്കുന്ന ആൾക്കൊക്കെ പ്രത്യേകത ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ പറയാ. നോമ്പിനെ കുറിച്ച് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, അത് ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത്. മാഷാ അല്ലാഹ്. ആ നോമ്പാണ്. നോമ്പുകാരനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുകാരന്റെ ഉറക്കം, നോമ്പുകാരൻ വെറുതെ കിടന്നുറങ്ങിയാ മതി, പ്രതിഫലമില്ല അവന്.
അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം എങ്ങനെയാണ് ഹദീസിൽ പ്രയോഗിച്ചത്? അത് കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ്. അത് കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ആ ഗന്ധം. അഹബ്ബു ഇലല്ലാഹി തആല മിൻ റിയഹിൽ മിസ്ക്. അത് കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ആ നോമ്പുകാരന്റെ വായുടെ ഗന്ധം. നിങ്ങൾക്കറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ നോട്ടം ഭൂമിയിലുള്ളവരിലേക്ക് നോക്കുകയാണ്. ഏതെങ്കിലും ഒരു അടിമയിലേക്ക് ആ നോട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലം യുഅദ്ദിബുഹു അബദ, അവനെ പിന്നെ ഒരു കാലത്തും അവന് ശിക്ഷയുണ്ടാകൂല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് റമളാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കണം, അല്ലേ? ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും റമളാനിലുള്ള നമ്മുടെ മജ്ലിസുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മജ്ലിസ് ഉണ്ടാവും. ധാരാളം ദിക്റുകൾ നമുക്ക് ചൊല്ലണം. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒക്കെ അറിയിക്കുക. എല്ലാം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇടയിൽ സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്ന ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഇതിൻ്റെ ഓർഡർ കൃത്യമാകാതിരുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്റ്റുകൾ നമുക്ക് എഴുതി തയ്യാറാക്കാൻ സാധിക്കാതിരുന്നതും. എന്നാലും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പറയണമെന്നല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. നോമ്പിനെ കുറിച്ച് നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.